മകള് നേരത്തെ കാലത്തിന് മരുന്ന് കുടിക്കും എന്നല്ല മാറുള്ളൂ. ഓ തുടങ്ങി ഉമ്മാക്ക് വിളി. അത് അങ്ങനെ ഒരു മനുഷ്യൻ ദിവസം 3 നേരം ഉമ്മാക്ക് വിളിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ഞാൻ എൻ്റെ വീട്ടിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ഒരു വിളിയില്ല പറച്ചിലുമില്ല. അതെന്താ ശരി, എന്തിനു ബുദ്ധിമുട്ടിന് വിളിക്കും കേട്ടാ. അല്ല ഞാൻ കുറച്ചേന് വിളിക്കാം. ആ ശരി എന്നാ. കഴിഞ്ഞ ഞങ്ങളെ ഉമ്മാക്ക് വിളി അല്ല ആക്കുവോ? നിങ്ങൾക്ക് ഉമ്മാനെ ഇത്ര ഇഷ്ടമാണെങ്കിലേ ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ? എന്നാൽ പിന്നെ ദിവസമുള്ള ഒരു വിളി ഒഴിവാക്കി കിട്ടുമല്ലോ. കൊണ്ടായിട്ടല്ലോ ഉമ്മ വരായിട്ടല്ലേ. ഞാൻ എത്ര പറഞ്ഞിരിക്കണം ഇങ്ങോട്ട് വരാന്. ഉമ്മക്ക് ആ പഴയ വീടും ചുറ്റുപാടും വിട്ടു വരാൻ താല്പര്യമില്ല. ഉമ്മാനെ ഇങ്ങനെ വിളിക്കുമ്പോഴേ ആ വീട്ടിൽ വേറൊരു മനുഷ്യജീവിയും കൂടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഉപ്പ. അതെന്തെങ്കിലും ഉപ്പാനെ വിളിക്കാത്തത്? എന്താ ഉപ്പാനത്ര വിളിക്കാളു? എന്താ പത്ര വിളിക്കാനെന്നോ? ആ മനുഷ്യനെ ആയ കാലത്ത് മെഴുകുതിരി പോലെ ഒരുക്കില്ലാണ്ടായതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള മക്കളൊക്കെ ഇന്ന് നട്ടല് നീർത്തി ഇവിടെ ജീവിക്കുന്നത്. ഇതേപോലെ കുറേ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഉപ്പാനെ നോക്കൂല്ല, ഉപ്പാനോട് മിണ്ടൂല്ല, എന്തിനും ഒന്ന് തൊട പോലും ഇല്ല. നിങ്ങൾ ഉമ്മാനോട് ഇങ്ങനെ വിളിച്ചപ്പോഴും ആരോഗ്യകാര്യങ്ങളൊക്കെ അന്വേഷിക്കലുണ്ട്. എന്നാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെടുത്തി ആ മനുഷ്യന് ഒരു പനി വന്നാൽ പോലും നിങ്ങൾ അറിയലുണ്ടോ? ഒന്ന് സുഖമാണെന്ന് വിളിച്ച് ചോദിക്കാറുണ്ടോ? നിങ്ങളിങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഉപ്പയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിലേ നിങ്ങൾ ആ പ്രായത്തിലെത്തണം. എന്നിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറണം. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു വേദന. ഉമ്മാനോടുള്ള സ്നേഹം വേണ്ടാന്നല്ല, അതുതന്നെയാണ് സ്വർഗം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉപ്പനോടുള്ള സ്നേഹവും കടപ്പാടുകളും. അത് നിങ്ങൾ മറക്കണ്ട.